ശാസ്താവിനെതിരെ അയ്യപ്പനെതിരെ അവഹേളിച്ചുകൊണ്ട് പാട്ടിറക്കിയ 4 പേർക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്തിനാണ് ഈ കേരളത്തിലെ ഭരണകൂടം അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ട മറ്റൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചത്? അതിനർത്ഥം സർക്കാർ തന്നെയാണ് അവരെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിച്ചത് എന്നല്ലേ? കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ സർക്കാരിന് പറ്റുന്നത് മുഴുവൻ അബദ്ധമാണ്. ആദ്യം ആ വേടനല്ല തുടങ്ങിയത്. ഇപ്പോ നമ്മുടെ എന്താണ് പോറ്റിപ്പാട്ടിൽ ഇത് അവസാനിച്ച് നിൽക്കുകയാണ്. വേടനെ പിടിച്ചകത്താൻ അന്നേരം ആനക്കൊമ്പ് അല്ല പുലിപ്പല്ല് പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞു. കഞ്ചാവ് ആരും കണ്ടിട്ടില്ല. കലാകാരന്മാരെല്ലാവരും കയ്യിൽ കഞ്ചാവുണ്ട്. കള്ളും കഞ്ചാവുമാണ് കലാകാരന്റെ അടയാളം എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി അനാലിസിസ് ടൈപ്പ് 4 ഇൻഡിവിജ്വലിസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. ലഹരി എന്ന് പറയുന്നവർ കൂടപ്പുറപ്പാണ്. അതില്ലെങ്കിൽ ലഹരി ഇല്ല. ഈ നിയമം വെച്ചുകൊണ്ട് അവരത് കൂട്ടിയിടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കള്ളുകൂടി അല്പം കഞ്ചാവൊക്കെ ലഹരി. അവര് കച്ചവടമൊന്നും നടത്തൂല. ഒരല്പം പുകയും കാര്യങ്ങൾ വെക്കും. ഞാനിത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് വേടൻ അത് ഉപയോഗിച്ചത് എന്നൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അവിടെ നിൽക്കട്ടെ. ഏതായാലും വേടനെ പൂട്ടാൻ വേണ്ടി നോക്കി. അവസാനം പണി വാങ്ങി, 8ന്റെ പണി വാങ്ങി. കേസും വേണ്ട, ബുക്കാറും വേണ്ട, ഒന്നും വേണ്ട. അതേസമയം മോഹൻലാലിന്റെ ആനക്കൊമ്പായാലും മറ്റേതുപോലെ മറ്റു കാര്യങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നിട്ട്. അതുപോലെ സുരേഷ് ഗോപിന്റെ പുലിപ്പല്ലൊന്നും ആരും കണ്ടില്ല. തൊടാൻ പറ്റൂല. തൊട്ട് കഴിഞ്ഞ് ചുക്കാമണി ചിലപ്പോൾ ചെത്തിന്ന് വരും. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ആരും പോകില്ല. എന്നാൽ അതിനുശേഷം ആ 1ാം പാദവും 2ാം പാദവും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോ ഒരു പോറ്റിപ്പാട്ടിനെതിരെ തിരിഞ്ഞത്, കേസെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ CPM-ന്റെ ഗതി എന്താന്നുള്ളത്. അടിക്കുന്നത് മുഴുവൻ തിരിച്ചടിക്കാം. എന്ത് ചെയ്താലും ബൂമറാങ് പോലെ തിരിച്ചു വരാണ്. പോറ്റിപ്പാട്ട് എന്ന് പറയുന്ന ആ പാട്ട് ഒരു മാസങ്ങളായി ഇറങ്ങിയിട്ട് സത്യത്തിൽ ആർക്കും അറിയില്ലായിരുന്നു പോറ്റിയെ കയറ്റിയ പാട്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ്, ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ പാട്ട് പോപ്പുലർ ആയത്. ശരിക്കും ഇലക്ഷന് മുമ്പായിരുന്നു ആ പാട്ട് പോപ്പുലർ ആകേണ്ടത്. ഈ കേസ് എടുക്കേണ്ടത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ CPM-ന് അടപടലം പൂട്ടേണ്ടി വന്നതിനെ ഇവിടെ തൊടാൻ കിട്ടൂലായിരുന്നു. ഉപ്പിലിട്ട് നോക്കാൻ വേണ്ടി ഒരു മെമ്പർ സ്ഥാനം പോലും കിട്ടില്ലായിരുന്നു. ഏതായാലും ഇലക്ഷന് മുമ്പ് ഈ പാട്ടിനെതിരെ നിയമ നടപടി എടുക്കാതിരുന്നത് നന്നായി. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സീറ്റെങ്കിലും മാനം കെടാതിരിക്കാൻ വേണ്ടി കുറച്ചുണ്ട്. ബാക്കി കുറച്ച് UDF കൊണ്ട് പോയെന്നുണ്ടെങ്കിലും. അപ്പൊ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെടുക്കുന്ന കേസുകളുടെ കഥയാണ്. എല്ലാ കേസുകളും കള്ളക്കേസുകളായിട്ട് എടുക്കുന്നു. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്കെതിരെ കേസുകൾ എടുക്കുന്നു. ആ കേസുകളെല്ലാം ബൂമറാങ് പോലെ എതിരെ വരുന്നതാണ് കാണുന്നത്. പോറ്റിപ്പാട്ടിന്റെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് പോറ്റിപ്പാട്ടിനെതിരെ കേസെടുത്തപ്പോ വലിയൊരു വിവാദമാണ് ആദ്യമായത്. എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചത്? ഒരു പോറ്റിയെ കയറ്റിയ പാട്ടിന് പകരം 100 കണക്കിന് പാട്ടുകൾ ഇറങ്ങി. ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് തന്നെ വലിയ പോപ്പുലറായി. എവിടെ എത്തിയെന്ന അമ്മാതിരി ഓട്ടമാണ് ആ പാട്ട് കൊണ്ട് ഓടിയത്. വൈറലായി. ഒരുപക്ഷെ ഒരു പാരഡി പാട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സോങ് കൊടൂര വൈറലായത് എന്ന് പറയാം അത്രത്തോളമാണ്. കാരണം CPM-ന് ഇനി ഇതിൽ പരം നാണക്കേടൊന്നുമില്ല. ഒരു പാട്ട് ഇറക്കുന്നത് വേറൊരു പാർട്ടി സദസ്സിൽ പാടുന്നൊന്നും ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. മറ്റു പലയിടത്തും ഈ പോറ്റിയെ കയറ്റിയ പാട്ട് അവരിട്ടേക്കണം, നല്ലോണം പള്ളർച്ച് കൊടുത്തേക്കണം. അത് മാത്രമല്ല, വഴിയെ പോകുന്ന വണ്ടികളിലും അവിടെ ഇവിടെ എല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ പാട്ടങ്ങോട്ട് കേൾക്കാൻ തുടങ്ങി. കാരണം അത്രത്തോളം പോപ്പുലറായി. എന്തിനധികം ഇതൊന്നും അറിയാത്ത, അർത്ഥമറിയാത്ത അറബികൾ പോലും അവിടെ ഇരുന്നു കൊണ്ട് ഇത് പാടാൻ തുടങ്ങി. പണ്ട് ഈ അറബികൾ പാടിയിരുന്ന വേറൊരു പാട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ജമിക്കി കമ്മൽ, എൻ്റെ അപ്പം കട്ടുകൊണ്ട് പോയി, പിന്നെന്താണ് കള്ളു കുടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ടായിരുന്നു പിന്നെ അറബികൾ ഇതിനു മുമ്പ് പാടിക്കൊണ്ടിരുന്നത്. ഇവിടെയും വന്ന് നമ്മളെ കേരളത്തിലും വന്നിട്ട് ഏതൊക്കെയോ ചില അറബികൾ പാടി. അതിനുശേഷം അറബ് ലോകത്തും ഇംഗ്ലീഷ് ലോകത്തും ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാം സൂപ്പർ ഹിറ്റ് ആയ ഒരു പാട്ടാണ് പോറ്റിയെ കയറ്റി എന്നുള്ള ഒരു പാട്ട്. ആ വിധത്തിൽ സൂപ്പർ ഹിറ്റ് ആക്കിയത് ഈ പിണറായി സർക്കാരാണ്. അതായത് ഒരു വ്യാജ കേസ് എടുത്തത് കൊണ്ടാണ്. സംഗതി കേസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് സംഗതി പണി പാലിന് വളർത്തി കിട്ടിയെന്ന് മനസ്സിലായത്. ആരും അറിയാതെ ഒരു പാട്ട് പോപ്പുലറായി മാത്രമല്ല, ശബരിമലയിലെ ഇത്തരത്തിലുള്ള ഒരു മോഷണം ഇതറിയാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. മലയാളികളായ കുറെ പേർ ശബരിമലയിൽ നിന്ന് CPM നേതാക്കളും മറ്റുള്ളവരും കട്ടിട്ടുള്ള സ്വർണവും അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള പോറ്റിയും മറ്റ് CPM-ന്റെ നേതാക്കളും MLA-യും ഒക്കെ അവരെയൊക്കെ കുറച്ചു പേർ അറിയാമായിരുന്നു എന്നുണ്ടെങ്കിലും ഇതറിയാത്ത വലിയൊരു ഭാഗമായിരുന്നു കേരളത്തിന് പുറത്തുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്നത്. അവരൊക്കെ അറിഞ്ഞു കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഉണ്ടെന്നും ആ സർക്കാർ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പിന്നെ നേതൃത്വത്തിലാണെന്നും ആ CPM-ന്റെ ആ പാർട്ടിയിലെ ചില നേതാക്കളും അവരുടെ സിൽബന്ധികളും അവർ നിയമിച്ച ചില ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികളുടെയും മതേതരത്തിന്റെ ഈറ്റിലും കൂടി ആയിട്ടുള്ള ശബരിമലയില് അവിടെ ശാസ്താവിന്റെ ഭവനത്തിലുള്ള കട്ടളയും വാതിൽ കട്ടളയും വാതിലും പിന്നെ ദ്വാരപാലക ശില്പങ്ങളും മച്ചും പിന്നെ ഓടും ചുമരും എന്ന് വേണ്ട എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അത് മുഴുവൻ സ്വർണം മുഴുവൻ ഇളക്കി കൊണ്ടുപോയി വിറ്റു.
മോഷ്ടിച്ചുകൊണ്ട് പോയി, കട്ടുകൊണ്ട് പോയി, എന്നിട്ട് അത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് എഴുതി വെച്ചു, റിപ്പോർട്ട് എഴുതി വെച്ചു. അങ്ങനെ ഒരു ഭരണകൂടം കള്ളന്മാരായി മാറുന്ന, അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ളവർ കള്ളന്മാരായി പോണ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഇതെങ്ങനെയായത്? ഈ ഒരു കേസ് എടുത്തത് കൊണ്ടാണ്. എന്നാൽ ഈ കേസ് എടുക്കാറുണ്ടെങ്കിലോ? വേണ്ട, വേടൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ കേസ് എടുത്തത് കൊണ്ടല്ലേ വേടൻ. ഞാനൊക്കെ അറിഞ്ഞ അങ്ങനെ, എനിക്കൊരു വേടനെ അറിയില്ല. ആ കേസ് വന്നപ്പോഴാണ് വേടനെ മനസ്സിലാകുന്നത്. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടിട്ടുണ്ട്, കടലമ്മ കരഞ്ഞല്ലേ പറ്റുന്നുള്ള 4 വരി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാണ് പാടിയിരുന്നോ, ആരുടെ പാട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ആ 4 വരി എവിടൊക്കെയോ കേട്ട ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വേടൻ എന്നൊരു പാട്ടുകാരനുണ്ടെന്നും അയാളുടെ പോപ്പുലാരിറ്റി എത്ര വർദ്ധിച്ചു ഒരു കേസ് എടുത്തോടുകൂടി എന്നതുപോലെയാ. ആരും അറിയാതെ കിടന്ന ഒരു പാട്ട്. ആ ഒരു പാട്ട് കാര്യം പോട്ടെ, പിന്നെ പടപടപടപടപടേന്ന് കുറെ പാട്ടുകൾ ഇങ്ങനെ ഇറങ്ങി. നാണക്കേടായില്ലേ? ഇല്ലേ? ആരും അറിയാതിരുന്നത് മുഴുവൻ നാണക്കേടായി. അങ്ങാടിയിൽ നിന്ന് ആരോ അപ്പിയിട്ടിരുന്നു. അതിലൊന്ന് ചവിട്ടിയതിനു ശേഷം അത് അപ്പിയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് തൊട്ടിട്ട് മണത്തു നോക്കിയപ്പോൾ മൂക്കിൽ പറ്റിയ ഒരു അവസ്ഥയായി ശരിക്ക് CPM-ന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാല് തുടച്ചു കളഞ്ഞെങ്കിൽ അതങ്ങ് പോയേനെ. അത് കൈമേലായി, പിന്നെ അത് മൂക്കിലുമായി. പിന്നെ ആ മൂക്കിലായതിന്റെ കുപ്പായത്തിൽ മേലൊന്ന് തുടച്ച് നാട്ടിൽ മുഴുവൻ നാറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി ശരിക്ക് പോറ്റിപ്പാറ്റിനെതിരെ എടുത്തിട്ടുള്ള ഒരു കേസ്. എല്ലാ കേസുകളും അങ്ങനെയാ, എടുക്കുന്ന കേസുകൾ മുഴുവൻ തിരിഞ്ഞടിക്കുകയാണ്. സുരേഷ് ഗോപിക്കെതിരെ എടുത്തുള്ള കേസ് എങ്ങനെയാ? കോഴിക്കോട് ഉണ്ടാക്കിയല്ലോ ഓരോ കേസ്, ഓരോ ഇരകളെ ഉണ്ടാക്കും ഓരോ സ്ഥലത്ത്. എന്നിട്ട് എന്തായി? കോഴിക്കോട് അയാൾക്കെതിരെ കേസ് എടുത്തിട്ട് ഒരു മാധ്യമപ്രവർത്തകരെ പീഡിപ്പിച്ചു എന്നുള്ള കേസ്. പഴയ ഇന്റർവ്യൂ അതും ഇതൊക്കെ പൊങ്ങി വരുന്നത് കണ്ടു, എങ്ങനെയാണ് പെരുമാറുന്നത്. കുറെ കഥകളൊക്കെ പുറത്തു വന്നു. ആ കേസ് എന്നിട്ട് എന്തായി? എന്തെങ്കിലും ആയോ? ഒന്നായിട്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള കേസുകൾ എങ്ങനെയാ സംഭവിച്ചത്? ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ട് ഇടതുപക്ഷത്തിനെ അത് ദോഷകരമായി ബാധിക്കുകയല്ലേ ചെയ്ത്? 2 കേസുകളും വലിയ ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്. അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPM-ന് കണ്ടകശനിയാണ്. ആരുടെ മേൽ തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, തങ്ങൾക്കെതിരെ വരുന്ന പ്രതിബന്ധങ്ങളെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ കേസുകൾ എങ്ങനെയൊക്കെ എടുത്താലും അത് മുഴുവൻ ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നതാണ് കാണുന്നത്. ഇതൊരു ഗതികേടാണ്, സർക്കാരിന്റെ ഗതികേടാണ്. പ്രത്യേകിച്ച് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഇവിടെ തുടർഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരാണ്. ഇത്രയധികം തുടർഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്ന 10 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ഈ സമയത്ത് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അതൊരു ഗതികേടാണ് ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. വലിയൊരു പരാജയമാണ്, വൻ പരാജയമാണ്, ഒരു സംശയമല്ല കാര്യത്തിൽ. അതായത് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിച്ചതിന് ശേഷം ഈ ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. പതിവ് പോലെ ചില വാഗ്ദാനങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. എത്ര 30 രൂപയ്ക്ക് അരി കിട്ടുമെന്നോ, സപ്ലൈക്ക് അത്ര അരി കിട്ടുമോ, ഇത്ര തരാന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇലക്ഷന്റെ തലേന്നാ പറയുന്നത്. നമ്മൾ പണ്ട് അറിയാലോ, ഒരു 5 കൊല്ലം മുമ്പ് നടന്നൊരു കഥ, കിറ്റ് കൊടുത്തൊരു കഥ. ആ കിറ്റ് കൊടുത്തോടുകൂടി ആ ദുരിതത്തിന്റെ ഒരു വലിയൊരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിനിടയിൽ കുറച്ച് കിറ്റ് കൊടുത്തോടുകൂടി ജനമെല്ലാം മറന്നു. നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. ഒരു ആയുസ് മുഴുവൻ നമ്മൾ തകർത്ത് നടന്നാലും ആ മരണത്തിന്റെ അവസാനം എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ സമ്മാനം കാട്ടി ഇങ്ങനെ ഒന്ന് പ്രലോഭിപ്പിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം നമ്മൾ മറക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ജനം പ്രതികരിക്കണേ. ആകെ പ്രതികരിക്കാൻ പറ്റുന്ന ചൂണ്ടുവരലില്ല. അതും തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ, ഈ നാടിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വോട്ട് ചെയ്യാൻ വിധിയില്ലാത്ത ഒരു ജനതയാണ് ഇവിടെ. അടി കൊള്ളുന്നത് മുഴുവൻ ഇവിടുത്തെ സാധാരണക്കാര്, പാവങ്ങളുടെ മക്കള്. നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു മക്കൾ സമരരംഗത്ത് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടി വാങ്ങാനോ കുത്തുകൊള്ളാനോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ, ഉണ്ടാവില്ല. അതിനിവിടെ പാവപ്പെട്ടവനെ വേണം. അങ്ങനെ പാവപ്പെട്ടവൻ അതിന് തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ പേരിൽ കള്ളക്കേസ്, പിന്നെ ആ കേസ് ഈ കേസ് മൊത്തം അത് തന്നെ. ഇനി ഒന്നും കൂടെ പറയാം. ഇനി ഈ കേസ് എടുക്കേണ്ട ഒരു വകുപ്പാണല്ലോ പോലീസ് എന്ന് പറയുന്നത്. ഈ പോലീസിന്റെ അവസ്ഥ എന്താ? പോലീസുകാർ പ്രതിയായ എത്ര കേസുകളുണ്ട്? ഇപ്പൊ എനിക്കെതിരെ കുറെ ഇൻഡസ്ട്രികൾ എഴുതിയുണ്ടാക്കിയ ഒരു പോലീസ് സേവനാണ് ഇപ്പൊ പെണ്ണ് കേസിൽ ആരോപണം വിധേയനായിട്ട് നിൽക്കുന്നത്. നമ്മുടെയൊക്കെ പിന്നെ ജാമ്യം കിട്ടുന്ന ചെറിയ വകുപ്പിൽ, അതായത് നോട്ടീസ് എന്നൊന്ന് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് വിടേണ്ട കേസിൽ അറസ്റ്റ് ചെയ്ത് വലിയ റിമാൻഡൊക്കെ ചെയ്യിച്ച് ചമഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ, ആ ആളാണ് ഇപ്പൊ പെണ്ണ് കേസിൽ കടന്നു നടക്കുന്നത്. ആ പെൺവേട്ടക്കാരനെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരല്ലേ ഇത്? അതായത് ഇവിടെ ശരിക്ക് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ്, ആ സർക്കാരാണ്. എന്നാൽ ശരിക്കുള്ള കേസുകൾ ഇവിടെ എടുക്കണില്ല. കള്ളക്കേസുകൾ നല്ലോണം എടുക്കുന്നുണ്ട്. തങ്ങൾക്കെതിരെ ആരാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്ക് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി, തങ്ങളുടെ പാർട്ടി ഇന്നതാണ് എന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആരെയാണോ കുരുക്കാൻ പറ്റുന്നത് അവരുടെ പേരിലൊക്കെ കള്ളക്കേസ് എടുക്കും. അങ്ങനെ അയ്യപ്പനെ എന്ന് പറഞ്ഞാൽ ഒരു അയ്യപ്പ സംഗമം നടത്തിയിട്ട് പെട്ടു. അതാണ് ആദ്യത്തേത്. സ്ത്രീകളെ ശബരിമല കയറ്റാൻ നിന്നിട്ട് അന്ന് ആകെ അടഞ്ഞു പെട്ടു. അത് കഴിഞ്ഞ് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിനേക്കാൾ തൂറി വാരി, അത് കഴിഞ്ഞ് ഒരു രക്ഷയുമില്ലാതായി. ഇപ്പൊ
അയ്യപ്പന്റെ പേരിൽ എന്നാ ഒന്ന് പിടിച്ചെടുത്തുകളെന്ന് പറഞ്ഞിട്ട് ആ പോറ്റിപ്പാട്ടിനെതിരെ അയ്യപ്പനെ അവഹേളിച്ചെന്ന് പറഞ്ഞ് അടുത്ത കേസ് കൊടുത്തു. സത്യത്തിൽ സർക്കാരല്ലേ ഇത് ചെയ്യിച്ചത്? സർക്കാരല്ലേ ഇത് ചെയ്യിച്ചെന്നുണ്ടെങ്കിൽ ആ പരാതി കൊടുത്ത രണ്ട് പേരുണ്ടല്ലോ, അവരുടെ കേസിന് എന്താ ഒരു വിലയില്ലേ? അയാളൊരു പൗരനല്ലേ? അയാൾ ഈ ശബരിമലയ്ക്കെതിരെ അല്ലെ, CPM തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുപ്പിച്ചെന്നല്ലേ? ഇതൊക്കെ മനസ്സിലാക്കുന്നവരല്ലേ നമ്മളെ, അല്ലേ? അപ്പൊ വ്യാജ കേസുകൾ എന്ന് പറയുന്നത് ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. Different angles. Don't forget to subscribe and support this channel.